നമസ്കാരം. ഇന്ത്യൻ പാചകരീതിയിൽ വിഭവങ്ങൾക്ക് നല്ല കടും ചുവപ്പ് നിറം നൽകാനും അതേസമയം എരിവ് കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒന്നാണ് കാശ്മീരി ചില്ലി. കാശ്മീരി മുളക് ഉണക്കിപ്പൊടിച്ചുപയോഗിക്കുന്ന കറികൾക്ക് മനോഹരമായ നിറവും മണവും രുചിയുമാണ്. സിമ്പിളായി നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് കാശ്മീരി ചില്ലി. അതിനായി നിങ്ങൾ വീട്ടിൽ മേടിക്കുന്ന ക്വാളിറ്റി കൂടിയ മുളകിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഉണക്കി പാകിയെടുത്താൽ മതി. എന്നിട്ട് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടികളിലോ സീഡുകൾ വിതറുക. ഒരാഴ്ചയ്ക്കുള്ളിൽ തൈകൾ കിളിച്ചു വരും. വളർന്നു വരുന്ന തൈകൾക്ക് നല്ലവണ്ണം വളം കൂടി ചെയ്താൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുളകെല്ലാം കിട്ടും. നെയ്ച്ചാള വളരെ സുലഭമായി കിട്ടുന്ന സമയത്ത് അതിൻ്റെ പനിനീരിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കാശ്മീരി ചില്ലിയും സ്വല്പം തേങ്ങാപ്പീരയും കൂടി ചേർത്ത് പറ്റിച്ചാൽ എന്താ രുചി! വീട്ടിൽ വളർത്തിയ പച്ച കാശ്മീരി മുളകും ഉപ്പും പുളിയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഉപയോഗിച്ചുള്ള ചമ്മന്തിയും അതികേമം തന്നെ. കാശ്മീരി ചില്ലി ഉപയോഗിച്ചിടുന്ന അച്ചാറുകളും ബഹുകേമം തന്നെ. ഈ കാശ്മീരി ചെടികളെല്ലാം ഞാൻ വീട്ടാവശ്യത്തിന് വാങ്ങിയ മുളകിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പാകിയതാണ്. ഓർക്കുക, ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ് അടിച്ച് വിപണികളിലെത്തുന്ന ഒന്നുകൂടിയാണ് ഇവ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് കാശ്മീരി ചില്ലി കൃഷി ചെയ്യുന്നത് പ്രധാനമായും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ്. കൂടാതെ ഗോവ പോലുള്ള സ്ഥലങ്ങളിലും ഇവ കൃഷി ചെയ്യുന്നു. ശൈത്യകാലത്താണ് ഇവ വിളവെടുക്കുന്നത്. വിപണികളിൽ മായം ചേർത്ത് ബ്രിക്സ് പൊടിച്ചിട്ടതും കിട്ടാറുണ്ട്. സോ ജാഗ്രതയും.